ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു മാങ്ങച്ചാർ വീഡിയോ കേട്ടോ. നമ്മൾ കുറച്ച് മാങ്ങക്കാലല്ലേ, അപ്പോൾ മാങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അച്ചാറിടാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. ഇത് കുറച്ചൊരു മൂത്ത മാങ്ങയാണ് കേട്ടോ, കുറച്ചൊരു മൂത്ത മാങ്ങ. അതുകൊണ്ട് നമുക്കിത് അച്ചാറിടാൻ പറ്റില്ല, നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് മൂത്ത ടൈപ്പ് മാങ്ങ. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചാട്ടോ. ഉണ്ടോ, കുറച്ചുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചായിരുന്നു, അത് കഴിഞ്ഞു. നമുക്കിനി ഇത് കട്ട് ചെയ്ത് അച്ചാർ ഇടുന്നത് കാണാം കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്, പലരും പല രീതിയിലായിരിക്കും അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം കട്ട് ചെയ്യാം. നല്ല കറുള്ള മാങ്ങ കേട്ടോ, നല്ല കറുള്ള ടൈപ്പ്. ചെറിയതാക്കിയിട്ട് വേണം അരിയാൻ, എന്നാലേ അച്ചാർ രസം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് അരിഞ്ഞെടുക്കാൻ കുറേ പണിയുണ്ട്, കുറേ ടൈം വേണം. അപ്പം ഞാൻ അരിഞ്ഞിട്ട് വരാം. വേണ്ട, ഇതുപോലെ കുഞ്ഞതാക്കിയിട്ട് വേണം കേട്ടോ അരിയാൻ. വേണ്ട, ഞാൻ ഇരിക്കുന്നിടത്തേ കുറച്ച് വെട്ടം കുറവാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ല ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതേപോലെ നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനത്തെ ഇത്ര മാങ്ങ നമ്മൾ മുറിച്ചിട്ടാ. ഇനി ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ട് കുഴച്ച് മാറ്റി വയ്ക്കണേ. പലരും പല രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കല്. എൻ്റെ രീതി കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് നന്നായിട്ട് കുഴയ്ക്കാം. ഈ മാങ്ങേന്ന് ഉപ്പ് ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വെള്ളം വരും, ഉപ്പ് വെള്ളം. നന്നായിട്ട് തിരുമണം കേട്ടോ. നന്നായിട്ട് കുഴച്ചിങ്ങനെ. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചിക്കട്ടോ, അവിടെ ഇരിക്കട്ടെ. അങ്ങനെയൊന്നും പറയത്തില്ലാണ് ഈ അപ്പോൾ ഈ ചീനച്ചട്ടിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്, ഇതിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഒഴിച്ച് നല്ലെണ്ണയാണ്. നമ്മൾ എപ്പോഴും അച്ചാർ കേട് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കണം. പിന്നെ എണ്ണ ചൂടായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ഒരു രീതിയിലാട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്ന ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കടുക് ഇടാം കേട്ടോ. കടുക് കുറച്ചിട്ടിട്ടുണ്ട്, പൊട്ടി വരട്ടെ. കടുക് പൊട്ടി അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പച്ചമുളക്, കായപ്പൊടി, ഉലുവപ്പൊടി അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഞാൻ അച്ചാർ പൊടി ഇട്ടിട്ടല്ല കേട്ടോ, അച്ചാർ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാട്ടോ ഇത്. മുളക് പൊടി മാത്രമല്ല, നമ്മൾ
അച്ചാർ പൊടി ഉണ്ടാക്കുന്നതുണ്ട്, അത് വേറൊരു ടേസ്റ്റ്. അപ്പം അതിൽ നമ്മൾ വല്ലാണ്ട് കായപ്പൊടി ഉലുവപ്പൊടി ഒന്നും ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം അച്ചാർ പൊടി തന്നെ എല്ലാം ഉണ്ടാവുമല്ലോ. നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മാത്രം ചിലപ്പോൾ കുറച്ച് മുളക് പൊടി മാത്രം ചേർത്താൽ മതി അതിൽ. ഇത് പിന്നെ നമ്മൾ അച്ചാർ പൊടി ഇട്ടിട്ടല്ലാത്തതുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നമ്മൾ ചേർക്കണം. അപ്പോൾ നമ്മൾ കറിവേപ്പില നമ്മളിട്ട പച്ചമുളക് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട മസാലയൊക്കെ നമുക്ക് ചേർക്കാം. നമ്മൾ സിമ്മിലിട്ടിട്ട് വേണ്ട ചേർക്കാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് ഇനി മസാല ചേർക്കാം കേട്ടോ. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ കേട്ടോ. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം. ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ മാങ്ങയിൽ ഇട്ടുകൊണ്ട് നമ്മളങ്ങനെ നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മാങ്ങ തേക്ക് നമ്മൾ കണ്ടോ, മാങ്ങയിൽ വെള്ളമുണ്ട്, ഉപ്പിൻ്റെ വെള്ളമുണ്ട് നന്നായിട്ട് മാങ്ങയിൽ. എല്ലായിടത്തേക്കും ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കണം. ലൈറ്റ് പോയിട്ടോ, അതാണ് ഇത്ര ഇത് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ സുർക്കയിൽ ഇരുന്ന് ഇത് നന്നായിട്ട് സുർക്കയും മാങ്ങയും എരിവും എല്ലാം കൂടി ഇങ്ങോട്ട് ചേരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സുർക്ക. ഉപ്പ് നോക്കണം, നമ്മൾ നേരത്തെ മാങ്ങയിൽ ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് ഈസിയാണ്, നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അച്ചാറാണ് കേട്ടോ. ഓക്കെ, അടിപൊളി അച്ചാറ്. നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.